ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അമ്മാമ്മയുടെ ചേച്ചിയുടെ വീട് ഒന്ന് ക്ലീൻ ആക്കാൻ പോവായിരുന്നേ. ഇവിടെ ആരും താമസമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ മൊത്തം അഴുക്ക് പിടിച്ച് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ ഈ വീട്ടിൽ അമ്മാമ്മയുടെ ചേച്ചി, ഞാൻ അമ്മച്ചി എന്ന് വിളിക്കുന്നത്, അമ്മച്ചിയൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഇവിടെ താമസിക്കാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിവിടെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന്. അപ്പോൾ അമ്മച്ചി ഇവിടുന്ന് അമ്മച്ചിയുടെ മകള് കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ അവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചിക്ക് ഒരാഗ്രഹം ഇവിടെ വന്ന് ഒന്ന് താമസിക്കണമെന്നേ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് ഇവിടെയുള്ള അഴുക്കും ഒക്കെ നല്ല വെടിപ്പാക്കി ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു കേട്ടോ. വീട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പൈപ്പും സാധനങ്ങളും ഒക്കെ എടുത്തിട്ട്. അപ്പോൾ രാവിലെ അച്ഛ 2 വീലറൊക്കെ എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോവാണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്കിളും അച്ഛയും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അമ്മാമ്മയുടെ ആങ്ങളമാരുടെ മക്കൾ, അതായത് എൻ്റെ അപ്പാപ്പിയും ആൻറ്റിമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെയും കൂടെ കൂട്ടി ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇതാണ് വീട്ടിലോട്ട് കയറി പോണ വഴി. അമ്മച്ചിയുടെ മകളുടെ ഭർത്താവും മകനും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ നേരത്തെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വീടിനകത്തുള്ള സാധനങ്ങളൊക്കെ വെളിയിലോട്ട് ഇറക്കി വെച്ചു. അമ്മച്ചിയുടെ മകളുടെ പേരാണ് റെജീന ആൻറ്റി. അപ്പോൾ റെജീന ആൻറ്റിയുടെ മകനും ഭർത്താവുമാണ് ഈ വരുന്നത്. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ ആൻറ്റിമാരും അപ്പാപ്പിമാരും. പിന്നെ ഈ അങ്കിളും ഇവിടെ നിൽപ്പുണ്ട്, അപ്പയുണ്ട്. പിന്നെ അവർ ഡ്രസ്സൊക്കെ മാറി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കത്തിലാണ്. അവർ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു അവിടെയൊക്കെ ക്ലീൻ ചെയ്ത്. ഇതാണ് അമ്മച്ചിയുടെ മകൻ്റെ പേര് റെജി എന്നാണ്. പിന്നെ ഇവിടുത്തെ വല്യപ്പച്ചൻ്റെ അനിയനാണ് അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പയും ആ അപ്പച്ചൻ്റെ കൂടെ കൂടിയിട്ട് പുല്ലൊക്കെ ചെത്തുവാണേ. ഉപയോഗിക്കാത്തത് കൊണ്ട് ഇവിടുത്തെ മോട്ടറൊക്കെ കേടായിപ്പോയായിരുന്നേ. അപ്പോൾ അച്ഛയൊക്കെ വന്നിട്ട് അതൊന്ന് ശരിയാക്കുമായിരുന്നു. പിന്നെ വീട് ക്ലീൻ ആക്കാനായിട്ട് ഉള്ള വെള്ളം എടുക്കാൻ വേണ്ടി പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത്. ഈ കാണുന്നത് അമ്മാമ്മയുടെ അനിയത്തിയുടെ മക്കളാണ്, റോജനപ്പാപ്പിയും റോണജപ്പാപ്പിയും. ഇവർ രണ്ടുപേരും പിന്നെ ഈ 2 ആൻറ്റിമാർ അമ്മാമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങളയുടെ മക്കളാണ്.
ഉച്ചയായപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നു. നല്ല അടിപൊളി ചോറൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങളെല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ കാണുന്നതൊക്കെ എൻ്റെ അപ്പാപ്പിമാരും ആൻറ്റിയൊക്കെയാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റജിപ്പപ്പ ഇരുന്ന് ഓരോ കോമഡിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്ന് ആക്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞ് ചിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊണ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു പാട്ട് കേട്ടാലോ? മിഴിയോരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൽ ഇടവഴിയിൽ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും തലോടും താനെ കഥ തുടരും മിഴിയോരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ കരുതലായി കണ്ണിലലിവുമായി വന്നുവോ അരികെ മഴനില തിങ്കളുയിരുപോൽ ചേർന്നുവോ അകമേ വാനവില്ല് നീ മനമുകിൽ മേലെ താരകം പോൽ കൺമണികൾ നാം നടന്ന കാലം അതിശയജാലം പല വഴിയേറുകയേ കനൽ തൂവും വേനൽ മധുരമാകുന്നേ ദൂരം തേടിടുന്നേ മിഴിയോരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ നേരോർമകൾ തേനോർമകൾ മായാതയിൻ നെഞ്ചോരമേ നേരോർമകൾ തേനോർമകൾ കണ്ണീരിലും പൊന്നാളമായി. പിന്നെ അവരെ മുറിക്കാത്ത മൊത്തം വെള്ളം സ്പ്രേ ചെയ്തിട്ട് നല്ലോണം കഴുകുവാണ്. നല്ല ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാക്കുവാണേ. പിന്നെ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കണ്ടത്തിൽ പോയി ചൂണ്ടയിടാന്ന്. അങ്ങനെ ചൂണ്ടയിട്ട് ഒരു മീനെ കിട്ടി. പിന്നെ അവിടെയൊക്കെ വെള്ളം കയറി കിടന്നുകൊണ്ട് നല്ല രസമായിരുന്നു മീനൊക്കെ പിടിക്കാനായിട്ട്.
പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുന്നതിന് മുമ്പ് ഞങ്ങൾ റജിപ്പപ്പയുടെ കൂടെ ഇരുന്ന് നാടൻ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ട് ഞങ്ങൾ മന്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് മന്തിയൊക്കെ കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. പിന്നെ ഈ കാണുന്നത് അമ്മാമ്മയുടെ ചേച്ചിയാണ്. അപ്പോൾ അമ്മച്ചിയുടെ മോളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അന്നേരം നല്ല മഴയായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മച്ചി ഇങ്ങോട്ട് വരുന്നത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ യാത്രാക്ഷീണം കാരണം അമ്മച്ചി ഇവിടെ നിന്ന് കിടന്നു. അപ്പോൾ അമ്മാമ്മയോട് ചോദിക്കുമായിരുന്നു ഇതാരാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മാമ്മയ്ക്ക് ആളെ കിട്ടി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ചോദിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അമ്മാമ്മയ്ക്ക് ശരിക്കും ആളെ മനസ്സിലായത്. അപ്പം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കാപ്പി കുടിക്കുവാണ്. പിന്നെ അപ്പാപ്പന്മാർക്കൊക്കെ പോകണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു, വർത്താനൊക്കെ പറഞ്ഞു, പാട്ടൊക്കെ പാടി ഭയങ്കര വൈബായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് കൂടുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ അതൊരു അടിപൊളി ഡേ ആയിരുന്നു. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അറിയാതെ പറയാതെ ഇരു കോണിൽ കഴിയല്ലേ, ഒരു നാളിൽ മറയുമ്പോൾ ആകമാകെ ഉരുകല്ലേ, തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, ഹൃദയം മുറിയും അഴലിൽ വെന്താലും മകനെ പുറമേ കരയില്ലേതാണും. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ ബെഞ്ചോ പാപ്പിയായിരുന്നു അമ്മച്ചീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അമ്മച്ചിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലഗേജസും ഒക്കെ. അപ്പോൾ അതൊക്കെ ബെഞ്ചോ പാപ്പയുടെ വണ്ടിയിൽ നിന്ന് ഞങ്ങളുടെ വണ്ടിയിലോട്ട് കയറ്റി വെക്കുവാണ്.
അങ്ങനെ അവർ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. പിന്നെ അവർ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു അവർ തിരികെ വീട്ടിലേക്ക് പോയി. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അമ്മച്ചിയൊക്കെ വന്ന് വീട്ടിൽ വന്ന് താമസിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. പിന്നെ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കല്ലേ. അപ്പോൾ പിന്നെ കാണാം കേട്ടോ. ടാറ്റാ.